ഫസ്റ്റ് ഓൺ 24 വാർത്തയിലേക്കാണ് ഇനി. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി സമവായ ചർച്ച. കൊച്ചിയിൽ നടക്കുന്ന ചർച്ചയിൽ മന്ത്രി റോജി എം ജോൺ, പി സജീന്ദ്രൻ MLA എന്നിവർ പങ്കെടുക്കും. ഉന്നതിയിലുള്ളവരുമായും പരാതിക്കാരുമായും സംസാരിക്കും. 24 ആണ് ഈ വാർത്ത ഇതാദ്യമായി പുറത്തുവിടുന്നത്. ഇതിനോടകം തന്നെ കോടതി ഉത്തരവുണ്ട്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവുണ്ട്. ശനിയാഴ്ച കുടിയൊഴിപ്പിക്കൽ തീരുമാനം കൈക്കൊള്ളണം, അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. സർക്കാരിന്റെ ഇടപെടൽ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാത്രി ചർച്ച എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത 24 പുറത്തുവിടുകയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇതിൽ മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റോജി എം ജോണും ഒപ്പം തന്നെ MLA VP സജീന്ദ്രൻ. ആ ചർച്ച ഇന്ന് രാത്രി നടക്കുമെന്നതാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആരൊക്കെ പങ്കെടുക്കും സമവായ ചർച്ചയിൽ? അനുജ, മലയന്തുരത്തിലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഇനി ഒരു സമവായ ചർച്ചയ്ക്കുള്ളൊരു സാധ്യത. കാരണം നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ 8 ദളിത് കുടുംബങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ഉത്തരവ് ഉള്ളത് കൊണ്ട് തന്നെ നാളെ രാവിലെ ഇതിനുള്ളൊരു നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുകയും ചെയ്യുന്നത്. ഈ സമയത്താണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് മന്ത്രി റോജി എം ജോണിനെയും ഒപ്പം തന്നെ MLA VP സജീന്ദ്രനെയും ഇതിലെ ഒരു സമവായ ചർച്ചയ്ക്ക് വേണ്ടി സർക്കാർ നിയോഗിക്കുകയായിരുന്നു. ആ ചർച്ച അധികം നീണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ ആദ്യഘട്ട ചർച്ച ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിൽ വെച്ചായിരിക്കും ചർച്ച. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിയും MLAയും ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകിട്ടോടു കൂടി അവർ കൊച്ചിയിലേക്ക് എത്തുകയും രാത്രി ഒരു പക്ഷേ അത് കലക്ടറുടെ ചേംബറിൽ വെച്ചോ മറ്റോ ഒരു ചർച്ച എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കുടുംബങ്ങളെയും ഒപ്പം തന്നെ എതിർകക്ഷിയായി നിൽക്കുന്ന ആളെയും വിളിച്ചുകൊണ്ട് അവരുടെ ഈ കോടതി നടപടികളുമായി മുന്നോട്ട് പോയ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി എന്താണ് ഇനി ഇതിലൊരു ചർച്ച, എന്താണ് ഇത് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതിന്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവിടേക്ക് പോലീസ് വരികയും അവിടെ അഡ്വക്കേറ്റ് കമ്മീഷൻ മുഖേന ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. CPM സമര രംഗത്തുണ്ട്. CPM ഈ ഒരു ഉന്നതിയിലേക്ക് കടക്കുന്നതിന് വാതിൽക്കൽ തന്നെ പന്തൽ കെട്ടിയിട്ടുള്ള സമരം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെയും ഇത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. സർക്കാർ ഇപ്പോൾ അധികാരമേറ്റ് ഒരാഴ്ച ആവുന്നതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രധാന വെല്ലുവിളിയായി തന്നെ മലയിടം തുരുത്തിലെ ഈ ഒരു ഒഴിപ്പിക്കൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടലിന് വേണ്ടിയാണ് ഇന്ന് തന്നെ ചർച്ച വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി കൊച്ചിയിൽ വെച്ച് ഈ ചർച്ച നടക്കുകയും ചെയ്യും. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായം ഉരുത്തിരിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.